നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. അവസാനം രക്ഷ തേടി വീണ വിജയൻ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. ഇത്രയും കാലം ഈശ്വരനില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നവരൊക്കെ ഈശ്വരനിൽ അഭയം പ്രാപിക്കുകയാണ്. സംസ്ഥാന രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുന്ന വിവാദമായി CMR-ൽ മാസപ്പടി കേസ് മാറിയിട്ട് കഴിഞ്ഞ കാലം കുറേയായി. എന്നാൽ താൻ ഒരിക്കലും പെടില്ല എന്ന് വിചാരിച്ചിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഇപ്പോൾ പ്രതിപ്പട്ടികയിലേക്ക് എത്തിയിരിക്കുന്നു. വീണ വിജയനെ പ്രതി ചേർത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടതോടെ വീണ വിചാരണ നേരിടേണ്ടി വരുമെന്ന് ഉറപ്പായിട്ടുണ്ട്. വീണയെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം പോലും ചിലപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നേക്കാം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം വന്നാൽ ഏത് നിരീശ്വരവാദിയും ദൈവത്തെ വിളിക്കും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. കെടികെട്ടിയ കമ്മ്യൂണിസ്റ്റായ പിണറായി വിജയന്റെ മകൾ വീണ വിജയനും ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടം വന്നതോടെ വീണ്ടും ക്ഷേത്രത്തിലേക്ക് തന്നെ അഭയം പ്രാപിക്കുകയാണ്. SFIO കേസിൽ നിന്നും രക്ഷ തേടി വീണ വിജയൻ ക്ഷേത്രങ്ങളിൽ പോയി വലിയ പ്രാർത്ഥനയാണ് എന്നാണ് പുറത്തു വരുന്ന വിവരം. മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന വേദിയിൽ മുഖ്യമന്ത്രിക്കും ഭർത്താവ് മുഹമ്മദ് റിയാസിനുമൊപ്പം കുടുംബസമേതമാണ് ഇത്തവണ വീണ വിജയൻ എത്തിയത്. ഈ വേളയിലാണ് തമിഴ്നാട്ടിലെ പ്രധാന ക്ഷേത്രങ്ങളെല്ലാം സന്ദർശിച്ച് പ്രാർത്ഥന നടത്തി വീണ ഇപ്പോൾ നടക്കുന്നത്. അമ്മ കമലയ്ക്കൊപ്പമാണ് വീണ വിജയൻ തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വീണയും സംഘവും ക്ഷേത്ര ദർശനം നടത്താൻ തിരഞ്ഞെടുത്തതും. ഏപ്രിൽ 3-ാം തീയതിയാണ് വീണയെ കേസിൽ പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിച്ചതെന്ന വാർത്ത പിന്നെ വരുന്നത്. ഇതിന് തൊട്ടടുത്ത ദിവസമാണ് ക്ഷേത്ര ദർശനം എന്നതും ഏറ്റവും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഈ ക്ഷേത്ര ദർശനത്തിന്റെ വീഡിയോകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. തമിഴ്നാട്ടിൽ കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തഞ്ചാവൂർ ജില്ലയിലാണ് ബൃഹദീശ്വര ക്ഷേത്രം. പെരിയ കോവിൽ എന്നും രാജരാജേശ്വരം കോവിൽ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ചോള രാജവംശത്തിലെ പ്രമുഖരായ രാജരാജ ചോഴൻ AD 985 തുടങ്ങിയ ക്ഷേത്ര നിർമ്മാണം 1013 പൂർത്തിയായത് പോലും. ശിവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. പരമശിവനെ ലിംഗരൂപത്തിൽ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. തിരുവുടയാർ കോവിൽ, പെരിയ കോവിൽ, രാജരാജേശ്വരം കോവിൽ എന്നും ഇത് അറിയപ്പെടുന്നു. യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള ക്ഷേത്രവുമാണ് ഇവിടെ. ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലെത്തിയാണ് വീണയും കമലയും പ്രാർത്ഥിച്ച് കുറിതൊട്ടു മടങ്ങിയത്. മുഖ്യമന്ത്രിയുടെ കുടുംബം ക്ഷേത്ര ദർശനത്തിൽ എത്തിയതറിഞ്ഞ് പോലീസുകാരും CPM സഖാക്കളും എല്ലാം അവിടെ എത്തിച്ചേരുകയും ചെയ്തിരുന്നു. ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രമാണ് ബൃഹദീശ്വരം എന്നതുകൊണ്ട് തന്നെ ഭക്തിക്കൊപ്പം കൗതുകം നിറഞ്ഞ ധാരാളം സഞ്ചാരികളും ഇവിടേക്ക് എത്തിച്ചേരാറുണ്ട്. ഏതായാലും ഇത്രയും കാലം ക്ഷേത്ര ദർശനം നടത്താതിരുന്ന വീണയും കമലയും ഒക്കെ ശിവക്ഷേത്രത്തിലേക്ക് എത്തി പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ അതിശയമുണ്ടാവുകയാണ്. ഏതായാലും കേസിൽ പ്രതി ചേർത്തതോടെ ഇനി സന്യാസത്തിന് പോകുമോ എന്നാണ് കണ്ടറിയേണ്ടത്.